വിദ്യാർത്ഥികൾക്കും MS&AYUSH അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ക്രിയാശീല ശ്രേണി എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഒന്നാമത്തെ ടോപ്പിക്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ഒരു മെറ്റൽ, ഒരു ലോഹം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശ്രദ്ധിക്കുക. നമുക്ക് ഏതൊരു ഒരു സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ്, മഗ്നീഷ്യം എന്ന് പറയുന്ന വേറൊരു മെറ്റൽ, കോപ്പർ എന്ന് പറയുന്ന വേറൊരു മെറ്റൽ, ഇതിനെ മൂന്നിനെ നമ്മൾ തുല്യ അളവിൽ എടുത്തിരിക്കുന്ന ഒരു ബീക്കറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ഒന്നാമത്തെ ബീക്കറിൽ സോഡിയം, രണ്ടാമത്തെ ബീക്കറിൽ മഗ്നീഷ്യം, മൂന്നാമത്തെ ബീക്കറിൽ കോപ്പർ. എന്നിട്ട് വെള്ളവുമായിട്ട് ഇവർ മൂന്നുപേരും പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇതൊരു മെറ്റലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ഒരു മെറ്റൽ ജലവുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡുകളാണ്. അപ്പോൾ ഒരു മെറ്റൽ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ആ മെറ്റൽ അതിൻ്റെ ഹൈഡ്രോക്സൈഡുകളെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ലോഹം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ അത് അതിൻ്റെ ഹൈഡ്രോക്സൈഡുകളെ ഉണ്ടാക്കും, മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകും. പ്ലസ് അതിനോടൊപ്പം തന്നെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസും ഉണ്ടാകും. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ വിചാരിക്കുക, അപ്പോൾ ഒരു മെറ്റൽ, ഏതൊരു മെറ്റൽ ആയാലും ആ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാകും. അത് അതിൻ്റെ ഹൈഡ്രോക്സൈഡുകളെ ഉണ്ടാക്കുന്നു. പ്ലസ് അതിനോടൊപ്പം തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസും ഉണ്ടാകുന്നു. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോക്സൈഡിന്റെ സിമ്പൽ OH എന്നാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഡിയത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കുക, സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. H2O ഗീവ്സ്, സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് പ്രോഡക്റ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. സോഡിയം അതിൻ്റെ ഹൈഡ്രോക്സൈഡിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ സോഡിയം Na, അതിൻ്റെ ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല OH പ്ലസ്, അപ്പോൾ സോഡിയം അതിൻ്റെ ഹൈഡ്രോക്സൈഡിനെ ഉണ്ടാക്കി NaOH പ്ലസ് എന്തുണ്ടാകും ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാകും, H2 ഉണ്ടാകും. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ് അല്ല, ഇക്വേഷൻ നമുക്ക് ബാലൻസ് ആക്കണം. 2Na 2H2O 2NaOH. ഓക്കെ, സോ ഇതേപോലെ തന്നെയായിരിക്കും മഗ്നീഷ്യത്തിൽ നടക്കുക. മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്തുണ്ടാകുന്നു, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു, പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാകുന്നു. ഇനി ചിന്തിക്കുക, നോക്കിക്കോളൂ, ഇതെല്ലാം ഓരോ മെറ്റൽസ് ആണ്. സോഡിയം ഒരു മെറ്റലാണ്, മഗ്നീഷ്യം ഒരു മെറ്റലാണ്, ഞാൻ മൂന്നാമത്തെ ബീക്കറിൽ എടുത്ത കോപ്പർ ഒരു മെറ്റലാണ്. എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോൾഡ് വാട്ടർ, തണുത്ത ജലത്തിലും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലും എങ്ങനെ ഇവർ മൂന്നുപേരും റിയാക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു നമുക്ക് നോക്കാം. ഇതിൽ സോഡിയം എന്ന് പറയുന്ന ലോഹം അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ ആണ് തണുത്ത വെള്ളവുമായി റിയാക്ട് വിഗ്രസലി. എന്താണ്, തണുത്ത വെള്ളവുമായി തീവ്രമായി പ്രവർത്തിക്കുന്നു. തണുത്ത വെള്ളത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ്? സോഡിയം. ഇറ്റ് റിയാക്ട് വിഗ്രസലി. ഓക്കെ, സോഡിയം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അവിടെ ചൂടും പുകയും ഒക്കെ ഉണ്ടാകും. ഇനി മഗ്നീഷ്യത്തിലേക്ക് വരുമ്പോൾ, മഗ്നീഷ്യം തണുത്ത വെള്ളവുമായി വളരെ പതുക്കെ മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതേ മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, പക്ഷെ അതേസമയം മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ വളരെ പതുക്കെ മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ, മൂന്നാമത് നമ്മൾ എടുത്ത കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ തണുത്ത വെള്ളത്തിലും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലും പ്രവർത്തിക്കത്തില്ല. There is a no reaction in a cold water as well as in the hot water. ഇനി നമുക്ക് ഇവരുടെ മൂന്നുപേരുടെയും കോൾഡ് വാട്ടറിലും ഹോട്ട് വാട്ടറിലും എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്, വെള്ളവുമായിട്ട് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് സോഡിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആരാണ്? മഗ്നീഷ്യം. അത് കഴിഞ്ഞിട്ടാണ് കോപ്പർ. ഇത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ, ഇതാണ് അവരുടെ റിയാക്ടിവിറ്റി, അവരുടെ റിയാക്ഷന് എങ്ങനെയാണ് അവർ വെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഓർഡറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം സോഡിയം എന്ന് പറയുന്ന മെറ്റലാണ് വെള്ളവുമായിട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിനേക്കാൾ കുറച്ച് മാത്രമേ മഗ്നീഷ്യം പ്രവർത്തിക്കത്തുള്ളൂ, ഇതിനേക്കാൾ വളരെ കുറച്ച് മാത്രമേ കോപ്പർ പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി സീരീസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. ഈ ഓർഡറിനെ എന്ത് വിളിക്കാം? ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് സോഡിയമാണ്, അത് കഴിഞ്ഞാൽ മഗ്നീഷ്യം, അത് കഴിഞ്ഞാൽ കോപ്പർ.